ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ആണ്, ഞാൻ സെയിൽസ് കോൾ ഒരു ദിവസം നന്നായിട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേന് ഇവൻ നന്നായിട്ട് സെയിൽ ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ട് മാറ്റുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോൾ അഡ്വർടൈസിങ് ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഓണേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാറുള്ളത്. അവർ തന്നെയാണ് ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ, ഇപ്പോൾ ഡേ ടു ഡേ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സിന് വരെ അവരാണ് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡേ ടു ഡേയിൽ ഞങ്ങൾ ഇരുന്നാലേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ബിസിനസ് സാധ്യതകളെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല, എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അതിൽ നിന്നൊരു റിക്കവറി എങ്ങനെയാണ് അവർക്ക് സാധ്യമാവുക? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതെന്താണ് നമുക്ക് അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്? ഒട്ടുമിക്ക ബിസിനസ്സുകളിലും ഈ ബിസിനസ് ഓണേഴ്സാണ് എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോൾ ക്ലാരിറ്റികൾ, അതുപോലെ തന്നെ ഗോൾ ക്ലാരിറ്റി ഒന്നും തന്നെ ടീമിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പം ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ്. അപ്പം ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഇത് ശരിയാവുമോ, ഞാനില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുമോ, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആ തോട്ട് പ്രോസസ്സ് ചിന്തിക്കുന്നതിൽ തെറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്കെയിൽ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഡെലിഗേഷനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്നെ എംപ്ലോയ് ചെയ്യുമ്പം എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി പലപ്പോഴും ഉണ്ടാകാറില്ല. ഇവിടെ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു ബിസിനസ് ഞാൻ തന്നെ റൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇൻഡ്യൂഷനും എൻ്റെ അസംഷൻസും എനിക്ക് എൻ്റെ ഗട്ട് ഫീലിംഗ് ആണ് ബിസിനസ്സിനെ റൺ ചെയ്യുന്നത്. അപ്പം ഡേറ്റ ഞാൻ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഡിസിഷൻസിൽ തെറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് ഇത് അടുത്ത തലമുറയിലേക്കോ ഇത് പാസ് ഓൺ ചെയ്യണമെങ്കിൽ അടുത്ത തലമുറ അക്വയർ ചെയ്യുന്നത് ബിസിനസ് മാത്രമല്ല, ഈ ബിസിനസ്സിനോട് ചുറ്റപ്പെട്ടിട്ടുണ്ടാകുന്ന എല്ലാ കെയോസും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ വരികയാണ്. അതോടൊപ്പം തന്നെ ഇതൊന്ന് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തെ ഒരു മാനേജ്മെൻറ്റ് ടീമിനെ ഏൽപ്പിക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരു ടീമിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, ആ ടീമിന് അവർക്ക് കൃത്യമായിട്ടുള്ള KPI കൊടുക്കുന്നു, അവരുടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്യണം, പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർലി റൺ ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പം ഇത് പ്രോപ്പർലി റൺ ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളുടെ ഡെലിഗേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കും. ഇപ്പം എന്നെ ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ഏറ്റവും സുപ്പീരിയറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫോർട്ടേ എന്ന് പറയുന്ന കഴിവാണ് എനിക്ക് ഡെലിഗേഷനായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്യും. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതും ചെയ്യും. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇത് കൊടുത്തേക്കാമെന്ന് കൊടുക്കുമ്പോഴത്തേന് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും വലിയ താല്പര്യമില്ല, പക്ഷേ ചെയ്യണമെങ്കിൽ ചെയ്യുമെന്ന് പറയുന്ന കാര്യമാണ് എനിക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അടുത്തു നിന്നുള്ള കൺട്രിബ്യൂഷനും അതുപോലെ തന്നെ കുറയും. അതുകൊണ്ടാണ് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ ടീമിൻ്റെ ജോലിയൊക്കെ ആര് ചെയ്യും, ഈ ബിസിനസ് ഓണർ ചെയ്യും. എന്നിട്ട് ഈ ബിസിനസ് ഓണർ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് അവർക്ക് സാലറി കൊടുക്കും. അപ്പം ആക്ച്വലി ഇവർ വീണ്ടും ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഇവർ സെറ്റ് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ഇവർക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ബിസിനസ് ഒരിക്കലും റൺ ചെയ്യുന്നത് സൂപ്പർ ഹീറോസ് അല്ല, അത് സിസ്റ്റം ആയിരിക്കണം. നമ്മൾ സൂപ്പർ ഹീറോസ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹീറോയുടെ അഭാവത്തിൽ ബിസിനസ് ക്രാഷ് ചെയ്യും.